أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أو أمر بالتقوى السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂറ അലക്കിലെ 13-ാമത്തെ വചനമാണ് നാം ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കാൻ അന്യരെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ. സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിവരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ഇതിന് മുൻപ് പറഞ്ഞ ആയത്തിലെ വിഷയത്തിന് കൂടുതൽ ദൃഢത നൽകുകയാണ് പ്രസ്തുത ആയത്ത്. ഇൻ കാന അലൽ ഹുദ എന്നതിൽ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധനയിൽ നിന്നും തടയാൻ അവകാശമില്ല. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ പോലും നിഷേധികളായ നിങ്ങൾക്ക് സ്വയം ഒരു കാര്യത്തിലും ദൃഢമായ വിശ്വാസവുമില്ല. നിങ്ങളുടെ വാദങ്ങൾ സംശയനിഴലിലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യത്തെ സംബന്ധിച്ച് ശങ്കയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധനയിൽ നിന്നും തടയാൻ അർഹതയില്ല. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹിദായത്ത് എന്നത് ഹൃദയവുമായി ബന്ധമുള്ളതാണ്. നിങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിദായത്ത് ലഭിച്ചോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭയഭക്തിയെ നിങ്ങൾ കാണുന്നില്ലേ? തഖ്വ, അതായത് ഭയഭക്തി എന്നത് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഭയഭക്തി ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന ഒഴികഴിവ് വിലപ്പോവുകയില്ല. ഹൃദയത്തെ മനസ്സിലാക്കാനോ വിലയിരുത്താനോ പ്രയാസമായിരിക്കാം. സന്മാർഗിയാണോ അല്ലയോ എന്നതും മനസ്സിലാക്കുന്നതിൽ വിഷമമുണ്ടായേക്കാം. എന്നാൽ ഭയഭക്തി ഉള്ളവനാണോ അല്ലയോ എന്നത് പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണല്ലോ. അത് വീക്ഷിച്ചുകൊണ്ട് നിഷേധികളായ നിങ്ങളാണോ തിന്മയിൽ, അതോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോ എന്നത് അനായാസം മനസ്സിലാക്കാവുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിംബങ്ങളെ ആരാധിക്കുന്നതിനു പകരം അള്ളാഹുവിനെ ആരാധിക്കുന്നത് ഞങ്ങളുടെ വീക്ഷണത്തിൽ തെറ്റായ കാരണത്താലാണ് നാം അദ്ദേഹത്തെ ആരാധനയിൽ നിന്നും തടഞ്ഞത് എന്ന കാരണം ബോധിപ്പിക്കുമ്പോഴും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്ന അധ്യാപനങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? അധ്യാപനങ്ങളെ യഥാവണ്ണം പ്രവർത്തന മണ്ഡലത്തിൽ പ്രകടമാക്കുന്നതും നിങ്ങൾ കാണുന്നില്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും പ്രവൃത്തിയും നിഷേധികളായ നിങ്ങളുടെ അധ്യാപനവും പ്രവൃത്തിയും താരതമ്യപ്പെടുത്തി ആരാണ് സന്മാർഗി എന്ന് നിർണയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? നിഷേധികളായ നിങ്ങളുടെ സ്ഥിതി എന്തെന്നാൽ വഞ്ചന, കളവ്, ദുർനടപ്പും ദുസ്വഭാവങ്ങളുടെയും വലയത്തിലാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സൃഷ്ടാവിൻ്റെ കൽപ്പനയെ അനുസരിക്കുകയും ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കുകയും സത്യത്തെ ആധാരമാക്കി പ്രവർത്തിക്കുകയും പാവപ്പെട്ടവരെ സഹായിച്ചും അക്രമങ്ങളെ എതിർത്തും നല്ല കാര്യങ്ങൾ കൽപ്പിച്ചും വലിയവരെ ബഹുമാനിച്ചും സൂക്ഷിപ്പു മുതലുകൾ സംരക്ഷിച്ചും ഉന്നതമായ മാതൃകകൾ സൃഷ്ടിക്കുന്നു. ദിനരാത്രങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾക്കായി നീക്കിവെച്ച നിങ്ങൾ ഒരിക്കലും നന്മയുടെ വാഹകരാവുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തെ ഭയഭക്തിയുടെ പാതയിലൂടെ ചലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും തങ്ങളുടെ ജീവിതം സൃഷ്ടാവിൻ്റെ ഇഷ്ടങ്ങൾക്കായി മാറ്റിവെക്കാനുള്ള പ്രചോദനം നൽകി. അതിനാലാണ് ഈ വചനം ഇതിനു മുൻപുള്ള വചനത്തിൻ്റെ ആശയത്തിന് കൂടുതൽ പ്രബലത നൽകുന്നത്. സൂറ അലക്ക് ആദ്യ അധ്യായമായതിനാൽ ഇതിൽ ചെയ്തികളുടെ പരിണിതഫലത്തെ സംബന്ധിച്ച് പറയുന്നില്ല. കാരണം ഈ അധ്യായം അവതരിക്കുന്ന സന്ദർഭത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ മക്കയിൽ എതിർപ്പ് ശക്തമായിരുന്നില്ല. ഈ വചനം ആദ്യകാലത്ത് അവതരിച്ചതിനാലും നിഷേധികളുടെ നിഷേധം ശക്തി ആർജിക്കാതിരുന്നതിനാലുമാണ് അറഅയ്ത എന്ന പദപ്രയോഗത്തിലൂടെ നിലവിലുള്ള അവസ്ഥയുടെ യാഥാർത്ഥ്യം വിശദീകരിച്ചത്. ഇവിടെ ഇന്ന വ്യക്തിയുടെ അവസ്ഥ എനിക്ക് പറഞ്ഞു തരിക എന്ന് അള്ളാഹു ചോദിക്കുന്നു. എന്നാൽ ആ വ്യക്തിയുടെ പേര് പരാമർശിക്കുന്നുമില്ല.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലി മുഹമ്മദ്.